ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉമ്മാൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യാതെയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ ഒരു 2 മീഡിയം സൈസ് സവോള നീളത്തിൽ വളരെ നേർമയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ സവോളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സവോള ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലേക്ക് തന്നെ നമ്മളൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. ഇവിടെ മല്ലിയിലയും പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ 6 kg ചേർത്ത് കൊടുക്കുകയാണ്. അല്പം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരമുറി സവോള നമ്മൾ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്ത് കോരണം. അങ്ങനെ നമ്മുടെ സവോള നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മുടെ ചൂടായ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സവോള ചേർത്ത് കൊടുക്കുകയാണ്. അല്പം തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു വേവിച്ച സവോള ചേർക്കുക കേട്ടോ. കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ എണ്ണ പുറത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച ആ ഒരു മല്ലിയില പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെമ്മീനൊക്കെ വേവുന്ന സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടും. പിന്നെ ഇതിലേക്ക് ചേർത്ത സവോള നമ്മൾ നേരത്തെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തതായത് കൊണ്ട് തന്നെ ബിരിയാണിക്കുള്ള മസാല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ. അല്പം വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു ചെമ്മീനും തക്കാളിയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഉപ്പ് ചേർക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സവോള നമ്മൾ കുക്ക് ചെയ്തിടുന്ന സമയത്തും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ഉള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ മസാലക്ക്. അല്പം ഗരം മസാലപ്പൊടി. അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കിയാണ്. ഇതിലേക്ക് നമ്മൾ 6 kg ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അല്പം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാഷ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബിരിയാണി റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ജാതിപത്രി, ഗ്രാമ്പു, പട്ട, ഏലക്കായി, തക്കോലം ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പൈസസ് നമ്മുടെ ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ വെള്ളം വാരാൻ വെച്ച ബിരിയാണി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ 5 ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. 5 ഗ്ലാസ് ബിരിയാണി അരിക്ക് 6.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ബിരിയാണി അരി ഏത് ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ആദ്യം റൈസ് ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. ബിരിയാണി നല്ല സൂപ്പറായിട്ട് കിട്ടും. അല്പം കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. 5 മിനിറ്റ് മാത്രമേ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കേണ്ടതുള്ളൂ കേട്ടോ. ഒരുപാട് ടൈം ഇട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിയിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ച ആ ഒരു ഗ്ലാസിൻ്റെ അളവിന് 6.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോറ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ പാത്രം ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ചോറൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ.
വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ നമ്മുടെ ഈ ചോറൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ പോവുകയാണ്. ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് അല്പം പശുവിൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. അല്പം ഗരം മസാല, ഒരുപാട് ഗരം മസാല നമ്മൾ റൈസിലേക്ക് ചേർക്കരുത് കേട്ടോ, അതൊരു കുത്തലുണ്ടാവും. അല്പം റോസ് വാട്ടർ നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചെമ്മീൻ മസാല ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അല്പം ഗരം മസാല, അല്പം റോസ് വാട്ടർ, മല്ലിയില, പിന്നെ ചെമ്മീൻ മസാല. ഇങ്ങനെ ഓരോരോ ലെയറുകൾ ചെയ്തെടുക്കുക. ഏറ്റവും അവസാനം മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല, പനിനീർ, മല്ലിയില, കാഷ്യൂസ്, കിസ്മിസ്. ബിരിയാണി ദം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തൊരു പഴയ ഓട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുകയാണ്. തീ ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുക്കുക. ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു ആവി വരുന്നത് വരെ നമ്മൾ ഈ ഒരു പാത്രം തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ആവി വരുന്നത് വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം. ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ ഹോളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.